അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു അൽഫാം ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ഹാഫ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഹാഫ് സ്പൂൺ നല്ല ജീരകവും ഒരു 1/4 സ്പൂൺ പെരുംജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, റെഡ് ചില്ലി. 1 സ്പൂൺ കൊറിയാൻഡർ സീഡ്സ്. പിന്നെ ഒരു ഹാഫ് ടൊമാറ്റോ. പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ ഒരു ഹാഫ് ലെമണും കൂടി എടുത്തിട്ടുണ്ട്. ടു സ്പൂൺ കേർഡ്. 2 സ്പൂൺ പെപ്പർ പൗഡർ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കൊറിയാൻഡർ സീഡ്സ് ഇടുക. പിന്നെ എടുത്തു വെച്ചാൽ പെരുംജീരകവും നല്ല ജീരകവും ആഡ് ചെയ്യുക. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് നമ്മൾ ഇത് സോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതിലേക്ക് ഒരു ഹാഫ് സവാള, ഹാഫ് ടൊമാറ്റോ, പിന്നെ നമ്മൾ എടുത്തു വെച്ച മല്ലിയിലയും ഒരു പച്ചമുളകും ആഡ് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊടിച്ചു വെക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കാം. ഓക്കെ, സോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല തേച്ച് കൊടുക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ എടുക്കുക. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ കേർഡ് ആഡ് ചെയ്യുക, 2 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ഒരു ഹാഫ് ലെമണും കൂടിയും അതിലേക്ക് ആഡ് ചെയ്യാം. ലെമൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ ആയാലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച മസാല അതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് സോൾട്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ എല്ലായിടത്തും കൈ കൊണ്ട് തന്നെ തേക്കുക. എന്നിട്ട് നമ്മൾ 2 hours ഫ്രിഡ്ജിൽ വെക്കുക. സോ 2 hours കഴിഞ്ഞു. നമ്മുടെ ചിക്കനിൽ ഇപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓവനുള്ളവർ ഡയറക്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കുക. അല്ലാത്തവർ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ആഡ് ചെയ്യുക. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 സൈഡും ഒരു ഹാഫ് അവർ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഓക്കെ, സോ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ അടിപൊളി അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.